ബംഗ്ലാദേശ് എടുത്ത് വയ്ക്കും. പാകിസ്ഥാനോട് ചേർന്ന് തന്നെ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയതാ. പാകിസ്ഥാനായിരുന്നു, പിന്നെ ബംഗ്ലാദേശായിരുന്നു. ഇന്ന് നോക്കി അവിടെ ഭരണം പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യം. അവിടെയും ഏകാധിപത്യത്തിലേക്ക് പോകുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് ഭാരതം ഇന്നും ഭാരതമായി നിൽക്കുന്നു? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനാ ശില്പികൾ വെച്ച കാഴ്ചപ്പാട്. നമ്മളിന്ന് ആദരിക്കുന്ന ജനപ്രതികൾ ഏറ്റവും താഴെ തട്ടിൽ വരെ ജനപ്രതികളാണ്. പഞ്ചായത്ത് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി വരെ അല്ലെ പ്രസിഡന്റ് വരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. അതിന് കാരണം നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയാണ് നമ്മളെ റിപ്പബ്ലിക്കായിട്ട് മാറ്റിയത്. ആ റിപ്പബ്ലിക്കിൽ ജനാധിപത്യ രീതിയിലാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മേലധികാരിയെ തെരഞ്ഞെടുക്കുന്നത്. കിങ്ഡമല്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെയും രാജ്ഞിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ആ രാജ്ഞി തന്നെയാണ് കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ഫിഗർ ഹെഡ്. പേരിന് വേണ്ടി അവരുടെ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയാണ്. കാനഡയുടെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രപ്പോസൽ അന്ന് വെച്ചു. ബ്രിട്ടീഷ് രാജ്ഞി തന്നെ അല്ലെ ബ്രിട്ടീഷ് രാജാവ് തന്നെ തുടരട്ടെ. നമ്മൾ അംഗീകരിച്ചില്ല. കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ആ പ്രപ്പോസൽ കൊടുത്തു, അവർ അംഗീകരിച്ചു, അവർ മുന്നോട്ട് പോകുന്നു. ഇന്നും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രപതിയെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. തുടക്കത്തിൽ ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു. ആ ഗവർണർ ജനറൽ സ്ഥാനം മാറ്റിയിട്ടാണ് പ്രസിഡന്റ് നമ്മളെ നിയമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിപ്പബ്ലിക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് റിപ്പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നും അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചത് ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ ഭരണഘടനയാണ്. നമുക്കിങ്ങനെ കൂടിയിരിക്കുവാൻ അവകാശം തന്നിരിക്കുന്ന അതേ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനവും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുന്ന രണ്ട് പോരാളികൾ ഇവിടെ ആദരിക്കുന്നു. ഒന്ന് ഗ്രാമപഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു നിൽക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കുന്ന. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മളൊരു ആക്രമണം നേരിടുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത്.